Welcome back to my channel, English Grammar Teaching and Learning. Today we study reflexive pronouns. We are studying kinds of pronouns. Next one, reflexive pronouns. Reflexive pronouns are used when the subject and the object are the same in a sentence. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും അതുപോലെ തന്നെ ഓബ്ജക്റ്റും ഒന്നു തന്നെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. റിഫ്ലെക്സീവ് മീൻസ് ഇപ്പം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, എൻ്റെ പ്രതിബിംബം അതിൽ കാണാൻ പറ്റുന്നു, എന്നെ തന്നെ കാണുന്നു. അപ്പം ഞാൻ നോക്കിയാൽ എന്നെ തന്നെ കാണാം. അതുപോലെ നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസിനെ അതിൻ്റെ റിഫ്ലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലെക്സീവ് പ്രൊനൗൺ കിട്ടും. റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ക്യാൻ ബി ഫോംഡ് ബൈ ആഡിങ് സെൽഫ് ഓർ സെൽഫ്സ് ടു ദി പേഴ്സണൽ പ്രൊനൗൺസ്. പേഴ്സണൽ പ്രൊനൗൺസിനോടുകൂടി സെൽഫ്സ് എന്നോ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണം, ഫസ്റ്റ് പേഴ്സൺ ഐ. ഐയുടെ മറ്റ് ഫോംസ് നമുക്കറിയാം. ഐ, മീ, മൈ, മൈൻ, മൈ സെൽഫ്. അപ്പം മൈ പ്ലസ് സെൽഫ്, മൈ സെൽഫ്. ലൈക്ക് ദാറ്റ് വി, അവർ, അസ്, അവേഴ്സ്, അവർ സെൽഫ്, അവർ സെൽസ്. അവർ സെൽസ് പ്ലൂറൽ ആയതുകൊണ്ട് വി, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, അവർ സെൽസ്. ദെൻ സെക്കൻഡ് പേഴ്സൺ യു, യുവർ, യുവേഴ്സ്, യുവർ സെൽഫ് or yourselves. First one singular, second one plural. Then third person he, his, him, himself. Then next one she, her, hers, herself. Then they, them, their, theirs, themselves. Next one it, itself. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേഴ്സണൽ പ്രോനൗണോടുകൂടി സെൽഫെന്നോ സെൽസെന്നോ കൂട്ടിച്ചേർത്തുകൊണ്ട് റിഫ്ലെക്സീവ് പ്രോനൗൺ ഉണ്ടാക്കാൻ പറ്റുന്നു. ഉദാഹരണം, ഐ എൻജോയ്ഡ് മൈ സെൽഫ്, വി എൻജോയ്ഡ് അവർ സെൽസ്, യു എൻജോയ്ഡ് യുവർ സെൽഫ് ഓർ യുവർ സെൽഫ്സ്, ഹി എൻജോയ്ഡ് ഹിംസെൽഫ്, ഷീ എൻജോയ്ഡ് ഹർ സെൽഫ്, ദേ എൻജോയ്ഡ് ദംസെൽസ്. ഇറ്റ്, ദിസ് സെൻറ്റൻസ് എൻഡ്സ് വിത്ത് ഇറ്റ് സെൽഫ്. ഇതേ രീതിയിൽ നമുക്ക് റിഫ്ലെക്സീവ് പ്രൊനൗൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലുക്ക് അറ്റ് ബ്ലാക്ക് ബോർഡ്. റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ആർ യൂസ്ഡ് വെൻ ദി സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് ആർ ദി സെയിം ഇൻ എ സെൻറ്റൻസ്. അതാണ് അതിൻ്റെ എക്സാമ്പിളുമാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, എംഫാറ്റിക് പ്രൊനൗൺസ്. എംഫാറ്റിക് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എംഫാറ്റിക് പ്രൊനൗൺസ് ആർ ദി സെയിം ആസ് ദി റിഫ്ലെക്സീവ് പ്രൊനൗൺസ്, എംഫസൈസിങ് ദി സബ്ജക്റ്റ് ഓർ ഗിവ് സ്ട്രെസ് ടു ദി സബ്ജക്റ്റ്. അപ്പം അത് യഥാർത്ഥത്തിൽ റിഫ്ലെക്സീവ് പ്രൊനൗണിന് സമാനമാണ്. സബ്ജക്റ്റിന് മീൻസ് നൗണിനോ പ്രൊനൗണിനോ എംഫസിസ് കൊടുക്കുന്നു എന്ന് മാത്രം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി നൗൺ ഓർ പ്രൊനൗൺ ഓർ ദാറ്റ് മീൻസ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൗണോ പ്രോനൗണോ ഉപയോഗിച്ച് അതിന് തൊട്ട് അടുത്ത് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഐ മൈസെൽഫ് ഡു മൈ ഡ്യൂട്ടി, ഐ മൈസെൽഫ് ഡു മൈ ഡ്യൂട്ടി, വി അവർ സെൽസ് ഡു അവർ ഡ്യൂട്ടി, യു യുവർ സെൽഫ് ഡു യുവർ ഡ്യൂട്ടി ഓർ യു യുവർ സെൽസ് ഡു your duty. He himself does his duty. She herself does her duty. Like that we, our, they, themselves do their duty. ഇതേ രീതിയിൽ നമുക്ക് എംഫാറ്റിക് പ്രൊനൗൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോക്കാം എക്സാമ്പിൾ അതിനകത്ത്. എംഫസൈസിങ്, അത് എംഫാറ്റിക് പ്രൊനൗൺസ് ആർ ദി സെയിം ആസ് ദി റിഫ്ലെക്റ്റീവ് പ്രൊനൗൺസ്. എംഫസൈസിങ് ദി സബ്ജക്റ്റ്, സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യുന്നു. എംഫസൈസിങ്, അതുകൊണ്ടാണ് ഇതിനെ എംഫാറ്റിക് എന്ന് പറയാൻ കാരണം. ഓർ ഗിവ് സ്ട്രെസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി നൗൺ ഓർ പ്രൊനൗൺ, ദാറ്റ് മീൻസ് സബ്ജക്റ്റ്. ഉദാഹരണത്തിന്,
ദി ബോസ് ഹിംസെൽഫ്. അപ്പോൾ ബോസ് എന്ന് പറയുന്ന നൗണിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബോസ് ഹി ആണ്. അപ്പം ഹിംസെൽഫ് വിൽ മേക്ക് അനൗൺസ്മെന്റ്, അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്യുമെന്നാണ്. ലൈക്ക് ദാറ്റ് ഐ മൈസെൽഫ് കംപ്ലീറ്റഡ് ദി പ്രൊജക്റ്റ്. ഐ മൈസെൽഫ് കംപ്ലീറ്റഡ് ദി പ്രൊജക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഡിമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഡിമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആർ വേർഡ്സ് that point out specific nouns or things indicating near or far in distance, time or place. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അടുത്തുള്ളതോ അകലെയുള്ളതോ ഉള്ള വസ്തുക്കളെയോ, അത് സ്പെസിഫിക് ആണ്, അതുകൊണ്ടാണ് അതിനെ അങ്ങനെ നമ്മൾ നിർവചിക്കുന്നത്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആർ വേർഡ്സ് ദാറ്റ് പോയിന്റ് ഔട്ട് സ്പെസിഫിക് നൗൺസ് ഓർ തിങ്സ് ഇൻഡിക്കേറ്റിംഗ്, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്, ഇൻഡിക്കേറ്റിംഗ് നിയർ ഓർ ഫാർ ഡിസ്റ്റൻസ്, ദൂരം തന്നെ അടുത്തുമാകാം, അകലെയും അടുത്തുമുള്ള ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ടൈം കാണിക്കാൻ വേണ്ടി, അതുപോലെ പ്ലേസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമുക്ക് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആർ വേർഡ്സ് ദാറ്റ് പോയിന്റ് ഔട്ട് specific nouns or things indicating near or far in distance, in time or in place. We have 4 demonstrative pronouns: this, these, that, those. So this, these, that, those. Example നോക്കാം. This is my book. This is my book. അപ്പോൾ നിയർനെസ്സിനെ കാണിക്കുന്നു, അടുത്തുള്ള ഒരു വസ്തു. ഇതെൻ്റെ ബുക്കാണ്, ദിസ് ഈസ് മൈ ബുക്ക്. അതിൻ്റെ ഫാർ കാണിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് യുവർ ബുക്ക്, ദാറ്റ് ഈസ് യുവർ ബുക്ക്. അപ്പോൾ ദിസ് നമ്മൾ തൊട്ടുകൊണ്ട് തന്നെ പറയുന്നു, മറ്റത് ഡിസ്റ്റൻസിൽ പറയുന്നു. ദിസ് ഈസ് മൈ ബുക്ക്, ദാറ്റ് ഈസ് യുവർ ബുക്ക്. ദിസ് മോർണിംഗ് ഐ വെൻറ്റ് ഫോർ എ വാക്ക്. ദിസ് മോർണിംഗ്, അപ്പോൾ ഇത് ദൂരത്തെ ആണെങ്കിൽ ഇത് ടൈമിനെ കാണിക്കുന്നു. ദിസ് മോർണിംഗ് ഐ വെൻറ്റ് ഫോർ എ വാക്ക്. ദാറ്റ് ഇയർ വാസ് വെരി മെമ്മറബിൾ. ആ വർഷങ്ങൾ വളരെ സ്മരണീയം ആയിരുന്നു. അപ്പോൾ അവിടെ ടൈമിനെ കാണിക്കുന്നു. ദാറ്റ് ഇയർ വാസ് വെരി മെമ്മറബിൾ. ഇവിടെ ദിസ് മോർണിംഗ് ഐ വെൻറ്റ് ഫോർ എ വാക്ക്. അപ്പോൾ ഇത് ടൈമിനെ കാണിക്കുന്നു. ഇനി ദിസ് സിറ്റി ഈസ് ഇൻ മൈ ഹോം ടൗൺ. ഈ സിറ്റി, അപ്പോൾ അതവിടെ ഒരു പ്ലേസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ സിറ്റി എടുത്തിരിക്കുന്നത്. ദിസ് സിറ്റി ഈസ് ഇൻ മൈ ഹോം ടൗൺ. ഇതെൻ്റെ ഹോം ടൗണിൽ ആണ് ഈ സിറ്റി. ഇനി അതിൻ്റെ ഫാർ ഡിസ്റ്റൻസ് ഏതാണ്? ദാറ്റ് മൗണ്ടെയിൻ ഈസ് ബ്യൂട്ടിഫുൾ. ദാറ്റ് മൗണ്ടെയിൻ ഈസ് ബ്യൂട്ടിഫുൾ. ഇനി ദീസ് ബുക്സ് ആർ ഹിയർ. ദോസ്, അപ്പോൾ ഇത് സിംഗുലർ ആണ്, ദിസും ദാറ്റും. ഇനി അതിൻ്റെ പ്ലൂറലിലേക്ക് പോവുകയാണ്. ദിസിൻ്റെ പ്ലൂറൽ ഫോമാണ് ദീസ്, ദാറ്റിൻ്റെ പ്ലൂറൽ ഫോമാണ് ദോസ്. ദീസ് ബുക്സ് ആർ ഹിയർ. ഈ പുസ്തകങ്ങൾ ഇവിടെയാണ്, അടുത്ത്, നിയർനെസ്. ദോസ് ബുക്സ് ആർ ദയർ. അവിടെ ഫാർ ഡിസ്റ്റൻസ്. ടൈമിനെ കാണിക്കുന്ന ദീസ് ഡേയ്സ് ഐ ആം ബിസി. ഈ ദിവസങ്ങൾ ഞാൻ വളരെ തിരക്ക് പിടിക്കുന്നു, അല്ലെങ്കിൽ തിരക്കുണ്ട് എനിക്ക്. ദോസ് വേർ ഡിഫിക്കൽട്ട് ടൈംസ്. ആ സമയങ്ങൾ എനിക്ക് വളരെ പ്രയാസപ്പെട്ട സമയങ്ങൾ ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രയാസപ്പെട്ട സമയങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ദോസ് വേർ ഡിഫിക്കൽട്ട് ടൈംസ്. ഇനി പ്ലേസിനെ കാണിക്കാൻ ദീസ് സ്ട്രീറ്റ്സ് ആർ ക്രൗഡഡ്. ഈ തെരുവ് ജനനിബിഡമാണ്. ദോസ് countries are far away. Those countries are far away. So these are the kinds of pronouns. Next we will study indefinite pronoun. So once again I shall explain. Reflexive pronouns are used when the subject and object are the same in a sentence. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും അതുപോലെ തന്നെ ഓബ്ജക്റ്റും ഒന്ന് തന്നെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉപയോഗിക്കാറുള്ളത്. ഇനി ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ക്യാൻ ബി ഫോംഡ് ബൈ ആഡിങ്
സെൽഫ് ഓർ സെൽസ് ടു പേഴ്സണൽ പ്രൊനൗൺസ്. പേഴ്സണൽ പ്രൊനൗൺസിനോട് കൂടി സെൽഫോ സെൽസോ ആഡ് ചെയ്തിട്ട് നമുക്ക് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഐ സിംഗുലർ ആയതുകൊണ്ട് മൈ സെൽഫ് എന്ന് വരും. വി പ്ലൂറൽ ആയതുകൊണ്ട് അവർ സെൽസ് എന്ന് വരും. യു സിംഗുലറും പ്ലൂറലും ആയതുകൊണ്ട് യുവർ സെൽഫ് വരും, യുവർ സെൽസും വരും. ഹി സിംഗുലർ ആയതുകൊണ്ട് തേർഡ് പേഴ്സൺ ആണ്, ഹിംസെൽഫ് വരും. ഷീ ഹർ സെൽഫ് വരും. ഇറ്റ് സെൽഫ് വരും. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ദം സെൽസ് വരും. അപ്പോൾ സെൽഫോ സെൽസോ ആഡ് ചെയ്തിട്ട് നമുക്ക് പേഴ്സണൽ പ്രൊനൗണോട് ഇങ്ങനെ സെൽഫോ സെൽസോ ആഡ് ചെയ്തിട്ട് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, എംഫാറ്റിക് പ്രൊനൗൺസ് ആർ ദി സെയിം ആസ് ദി റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. റിഫ്ലെക്സീവ് പ്രൊനൗൺസ് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് എംഫാറ്റിക് പ്രൊനൗൺസ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താ? എംഫസൈസിങ് ദി സബ്ജക്റ്റ്, സബ്ജക്റ്റിന് ഊന്നൽ നൽകുന്നു. ഓർ ഗിവിങ് സ്ട്രെസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി നൗൺ ഓർ പ്രൊനൗൺ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഡിമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ആർ വേർഡ്സ് ദാറ്റ് പോയിന്റ് ഔട്ട് സ്പെസിഫിക് നൗൺസ് ഓർ തിങ്സ് ഇൻഡിക്കേറ്റിംഗ് നിയർ ഓർ ഫാർ ഇൻ ഡിസ്റ്റൻസ്, ടൈം or place. I hope that you understood today's classifications of pronouns. We have discussed 3 types of pronouns here. I hope that you understood today's class. Please subscribe, share and support me. In the next class we will study indefinite pronouns. Okay, thank you.